ഇവിടെ ആരും ഇല്ലേ? അല്ല, രാധ അടുക്കള ജോലിയിലാണല്ലേ? അമ്മ ഇവിടെ ഇല്ല. ഓ, രാധ പറയുന്നത് കേട്ടാ തോന്നും അമ്മയില്ലാത്ത സമയത്ത് വരാൻ പാടില്ലെന്ന്. എനിക്കറിയാം, രാധയ്ക്ക് എന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അയ്യോ, അങ്ങനൊന്നുമില്ല. ഇരിക്കൂ, ഞാൻ ചായടാ. അയ്യോ, എന്താ ഇത്? രാധേ, ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ സ്വന്തം ആകേണ്ടതല്ലേ, പിന്നെന്താ ഇങ്ങനെ? Very important that the drawer signs a check before parting with it. The check without the drawer's signature is invalid. A signature can be made in fountain ink or with a ballpoint pen. രാധ പതിവായി ക്ലാസ്സിൽ ലേറ്റ് ആയി വരുന്നു. ഇനി ഞാനിത് അനുവദിക്കില്ല. ഈ പീരീഡ് കഴിഞ്ഞ് രാധ എന്നെ സ്റ്റാഫ് റൂമിൽ വന്ന് കാണണം. Go to your seat. ഈ ഇടയായി രാധയ്ക്ക് പഠിത്തത്തിൽ വലിയ അശ്രദ്ധയാണ്. ഞാനിതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. രാധയെക്കുറിച്ച് ഞാൻ ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി മാഷ് 3 മാസം ഫീസ് കൊടുത്തു, അത്രയല്ലേ ഉള്ളൂ. ഇതിന്റെ പേരിലാണല്ലോ മാഷ് എന്റെ മേലുള്ള അവകാശം. ഇനി ഞാനും ഈ കോളേജിൽ ഒരു സാധാരണ വിദ്യാർത്ഥിനിയാണ്. മാഷ് എന്നെയും അതുപോലെ കണ്ടാൽ മതി. ശ്രീദേവി, കുറച്ചു കാലമായി ശ്രീദേവിയുടെ കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുന്നു. വലിയ വലിയ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് കല്യാണാലോചന ഇളക്കി വരുന്നുണ്ട്. ഞാനൊരു പിടിയും കൊടുക്കാതെ ഇങ്ങനെ ഒഴിഞ്ഞു മാറുക. എന്തിനാണെന്ന് അറിയണ്ടേ? എനിക്കറിയണ്ട. എന്നാൽ അറിയണം. ശ്രീദേവിയെ കണ്ട് അന്നേ ഞാൻ തീരുമാനിച്ചു, ശ്രീദേവിയെ കല്യാണം കഴിക്കണം. കൊടിച്ചുപട്ടിയാ, വെറുതെ കുരയ്ക്കും, കടിക്കില്ല. ഈ പട്ടി കടിച്ചിട്ടേ മാറൂ. അയ്യോ, എന്തോ ഓടി വന്നേ. അച്ഛനെന്തോ പറ്റിയെന്നോ തോന്നേ. വരുന്ന വഴിക്ക് ഒരു സൈക്കിള് വന്ന് പൊട്ടി. ചന്ദ്രശേഖരൻ തക്ക സമയത്ത് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ അമ്മാവാ, ദേഹം ഒന്നും അധികം അനക്കരുത്. പൂർണ്ണ വിശ്രമം എടുക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിക്രമനെ അങ്ങോട്ട് അയച്ചാൽ മതി. പിന്നെ പറഞ്ഞു വരുമ്പോ അമ്മ വഴി നമ്മൾ ബന്ധുക്കളാ. അപ്പൊ ഞാൻ ഇറങ്ങട്ടാ. അയ്യോ, ആദ്യമായിട്ട് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ പോയാ അറിയില്ല. അതൊക്കെ എപ്പോഴെങ്കിലും ആകാമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. അമ്മാവൻ പറഞ്ഞില്ലെങ്കിലും ഞാൻ വരും. ശരി, അങ്ങനെ ആവട്ടെ. ദൈവമായിട്ടാ ആ കൊച്ചനെ അപ്പൊ എന്റെ മുമ്പ് പറഞ്ഞു വിട്ടത്. അച്ഛത്തേക്ക് പോ. അയ്യോ, പിടിക്കരുത്. ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം വേഷം കെട്ടണം. പിന്നെ ആ ക്ലാസ് അങ്ങോട്ട് നോക്കി. സംസ്കൃത സാർ ഒരു ആയക്കൊണ്ട് കാപ്പി കൊടുക്കാൻ എനിക്കിപ്പോ. എന്തായി? എരുമമൂത്രം മാതിരി ഉണ്ട്. കറക്റ്റ്. അതിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഉള്ളത് പറഞ്ഞാ ഉറിയും ചിരിക്കും. അടിച്ച് പല്ലങ്ങാക്കിലാക്കിയാൽ ആ ചെരിയും അവിടെ വെക്കും. പിന്നെ റഷീദേ,
ആ റാഹേലും പപ്പ എവിടെയാ? പാർട്ടിക്കാരാ തള്ളൻ അടിച്ചോടിച്ചില്ലേ? അയ്യോ ക്യാഷോ? ഇങ്ങനെ വിളിച്ചു കൂടിയിട്ടാണോ ക്യാഷ് ചോദിക്കുന്നത്? എനിക്ക് ഈ മാസം ശമ്പളം പോലും കിട്ടിയില്ല. അത്രയ്ക്ക് നീ എന്നെ കൊച്ചാക്കണ്ട. അയ്യോ കൊച്ചോ, ചേട്ടത്തി ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല, പിന്നല്ലേ കൊച്ചിങ്ങളുടെ കാര്യം. ചേട്ടത്തിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കൈ നോക്കാം. എന്റെ കർത്താവേ, ഇവന് തലയ്ക്ക് വട്ട. അത് നിങ്ങൾക്കാ? എനിക്ക് വട്ട. എനിക്ക് വട്ട. എന്താ ഇവിടെ ബഹളം? എന്റെ മാഷേ, ഞാനൊന്നും ചെയ്തില്ല. ഞാൻ മാഷിനെ കാണാൻ വന്നതാ. അപ്പഴ ഈ ജന്തു എന്നെ കളിയാക്കിയത്. അയ്യോ എന്റെ റായലമ്മ, അവന് ചെവി കേൾക്കത്തില്ല. ആഹാ, അയ്യോടെ മോനെ, എന്നാന്ന് എനിക്കത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന? അതിന് ചേട്ടത്തി നേരത്തെ എന്നോട് ചോദിച്ചില്ലല്ലോ. എന്റെ പൊന്നു മാഷേ, ഒരു 10 ദിവസം ഞാൻ ഈ ഇറയത്തൊന്ന് ചുരുണ്ടു ഓടിക്കോട്ടെ. വളരെ വിഷമിച്ചിട്ടാ മാഷെ ഞാൻ പറഞ്ഞത്. ഇവന് ഞാനൊരു കൂട്ടുമായല്ലോ. പാവാണ് ചേട്ടത്തി. അല്ല റാഹലമ്മ, അത് മാഷ് സമ്മതിച്ചു, ഞാൻ പറഞ്ഞില്ലേ. ചേട്ടത്തി ബാ. ചേട്ടത്തെ കണ്ട മരിച്ചുപോയ എന്റെ അമ്മ ജീവനോടെ വന്നതുപോലെ തന്നെ കേട്ടോ. എനിക്ക് അതുപോലെ തന്നെ നിന്നെ കണ്ടപ്പോ എന്റെ മോനെ പോലെ തോന്നി. മോനെ, കഞ്ഞിണ്ട് ഇച്ചിരി എടുക്കാൻ. എന്തിനാ അമ്മച്ചി ഇപ്പൊ പഞ്ഞി? പഞ്ഞി ഇതിന് ചെവിയിലിട്ടടക്കാൻ. അപ്പൊ എന്നെ കളിയാക്കിയതാണല്ലേ? എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ ഈ ചെകിടന്റെ കൂടെ ജീവിക്കാനാ? അല്ല ദേ ഒന്ന് നിക്കിയെന്ന്. റഷീദോ, താൻ എവിടെയായിരുന്നു? തന്നെ ഒന്ന് കാണാൻ കൂടെ കിട്ടുന്നില്ലല്ലോ. ഞാൻ ഭയങ്കര ബിസിയല്ലേ. ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിക്കാത്ത ദിവസമല്ല. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് ആ വില്ലേജ് ഓഫീസ് വരെ ഒന്ന് പോണം. അതല്ല ഞാൻ ചോദിച്ചേ. നിങ്ങൾക്ക് 2 പെൺകുട്ടികളില്ലേ? അവരാർക്കെങ്കിലും ഒന്ന് പിടിച്ചു കൊടുക്കണ്ടേ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല റഷീദേ, നിനക്കറിയാലോ, ഈ ഇരിക്കുന്ന വീടും പുരയിടവും കൂടെ പണയത്തിലാ. എനിക്കൊരു പുത്രനുണ്ടല്ലോ, അവൻ എങ്ങനെയെങ്കിലും ഒരു ഗതി പിടിക്കട്ടെ എന്ന് കരുതി ചെയ്തതാ. അതും അവൻ നശിപ്പിച്ചു. പെണ്ണ് ചോദിച്ച് ഒരുപിടി ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ കൂലിവേലക്കാരനാണേലും അവനും ചോദിക്കുന്നത് പിടിപ്പത് പൊന്നും പണവുമാ. നിങ്ങൾ ബേജാറാവാണ്ടിരിക്കേ. അതിനല്ലേ ഉസ്മാനിയ മാരേജ് ബ്യൂറോ. നിങ്ങൾക്ക് എന്താ നഷ്ടം? അവിടം വരെ വന്ന് ഒന്ന് പേര് രജിസ്റ്റർ ചെയ്യണം. ഇത്രയല്ലേ ഉള്ളൂ. നിങ്ങളെ പെൺകുട്ടിയേക്ക് പറ്റിയ ഭർത്താക്കന്മാരെ ഞാൻ കൊണ്ടുതരും. അതൊന്നും നടക്കില്ല റഷീദേ. നടക്കും. ഒന്ന് പരീക്ഷ നോക്ക. ഞാൻ നാളെ രാവിലെ തരാം. ഇതാ ഒരു 5 രൂപ എടുക്ക സാറേ. എന്നാത്തിനാ? പെട്രോളൊക്കെ തീ വിലയാന്നേ. അതിനനുസരിച്ച് നിങ്ങൾ മീറ്ററിലും കൂട്ടിയിട്ടുണ്ടല്ലോ. ഒലത്തെ വർത്താനം പറഞ്ഞില്ല കേട്ടോ സാറേ. കാശ് എന്ത് പറഞ്ഞു? ഒലത്തെ വർത്താനം? ഞങ്ങൾക്ക് യൂണിയൻ ഉണ്ട്. യൂണിയൻ ഉണ്ടെങ്കിലേ കൊണ്ടുപോയി കേസ് കൊടുക്കും. ഓട്ടോ സ്റ്റാൻഡിൽ കൂടെ വരും. ശ്രീദേവി അല്ലേ? അതെ. അനന്തനെ പെട്ടെന്ന് കണ്ടപ്പോ ഒരു സർപ്രൈസ് ആയിപ്പോയി. എനിക്കും. അല്ല, ശ്രീദേവി ഇവിടെ? കൊള്ളാം. എന്റെ നാട്ടിൽ വന്നിട്ട് ഞാനത് തിരിച്ചു ചോദിക്കുക വേണ്ടത്. വളരെ നാളുകൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച അല്ലേ? ആട്ടോഗ്രാഫ് എഴുതി പിരിയുമ്പോ നമ്മൾ പറഞ്ഞത് എത്ര ശരിയായിരുന്നു. വീണ്ടും കണ്ടുമുട്ടുമെന്ന്.